ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് സ്റ്റോറി പോയിട്ട് നോക്കാം. നിങ്ങൾക്ക് പോയി ഈ സ്റ്റോറി കേട്ടാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ആ പ്രിയ എവിടെ നിൽക്കടി? ഏത് ഒരു വായിസ് കേൾക്കായിരുന്നു. പ്രിയൊക്കെ ടെൻഷനായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറയാം, എടി പറഞ്ഞു നിൽക്കടേ, ഇങ്ങനെ പിണങ്ങി എന്താ ചെയ്യുക എന്ന് പറയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ടായിരുന്നു. ഹീറോയെ പൂജ നോക്കി മുറക്കായിരുന്നു. ഞാൻ അവളെ വിട്ടില്ല എന്ന് പറഞ്ഞ ഹീറോ ടെൻഷനായിരുന്നു. അതെ, ഹീറോയെ ഒരു മാഫിയ ക്വീനാണ്. ഹീറോയെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അത് മാത്രമല്ല, ഹീറോയെ ഒരു മാഫിയ ക്വീൻ മാത്രമല്ല, ഹീറോയ്ക്ക് ഒരു ബോക്സിങ് ട്രെയിനിങ് പറഞ്ഞ ഒരു പ്ലേസ് ഉണ്ട്. ഹീറോ ഒരു ബോക്സറാണ്. ബോക്സർ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഹീറോയെ ഒരു മാഫിയ ക്വീൻ സീക്രട്ട്. അതാണ് ഹീറോ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, ഹീറോയ്ക്ക് ഒരു ബിസിനസ് മാൻ ഗേൾ, അത് ബോക്സിങ്, അതൊരു ജിംബോ, അതൊരു ഇതുണ്ട്. അതുമാത്രമല്ല, ഹീറോ ബിസിനസ് മാനാണ്. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ടെൻഷൻ ആക്കുന്ന എന്നെ ഹീറോയുടെ ഫ്രണ്ട് പൂജ കേൾക്കായിരുന്നു. ഹീറോയെ പറയായിരുന്നു, എടി അവൾക്ക് വേറെ പണിയില്ലടി, എപ്പോൾ നോക്കുമോ എനിക്ക് പോട്ടി എന്ന് വരാം എന്ന് പറഞ്ഞ് ഹീറോ വഴക്ക് പറയായിരുന്നു. അതെ, ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എന്തിനടി ഇങ്ങനെ പിണങ്ങുന്ന എന്ന് കേട്ട് പൂജ കേൾക്കായിരുന്നു. എടി ഇങ്ങനെയുള്ള പലവട്ടം പറഞ്ഞു. ഇപ്പോൾ പൂജ പറയായിരുന്നു, എന്നിട്ട് ഇങ്ങനെ ആക്കി. അപ്പോൾ ഹീറോയുടെ എന്നൊരു ഫ്രണ്ട് വന്നായിരുന്നു, അനു. എന്തടി ഇവിടെ വഴക്ക് കേൾക്കുന്നത്? ഹീറോയിൻ്റെ ഫ്രണ്ട് അനു പറയായിരുന്നു. ഇതാണോ എന്നെ ഹീറോയുടെ ഫ്രണ്ട് അനു പറയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോളോ, ഇതാണോ ഹീറോയിൻ്റെ ഫ്ലാഷ് ബാക്ക് നമ്മൾ അനു ഓർക്കാണ്. അതെ, ഇപ്പം നമ്മൾ കോളേജല്ല സ്കൂൾ പഠിക്കുകയാണ്. സ്കൂൾ ഫ്ലാഷ് ബാക്ക്. ഹീറോയിൻ സ്കൂൾ പഠിക്കുകയാണ്. സ്കൂൾ പറഞ്ഞാൽ ഹീറോയിൻ സ്കൂൾക്ക് ജോയിൻ ആയിരുന്നു. അതെ, ഹീറോയിൻ ഫസ്റ്റ് ആണ്. അതെ, വേറെ പ്ലേസ് ഉണ്ടായിരുന്നു. 5ാം ക്ലാസ്സിലെ കൂടിയായിരുന്നു. അപ്പം അപ്പുറത്ത് ഒരു വേറെ ഗ്രൂപ്പുണ്ട്. നമ്മൾ ഹീറോയി പറഞ്ഞ അവളുള്ള എ ആണ്. അതെ, ഹീറോയിൻ്റെ എതൊരു ഹീറോയ്ക്ക് അവൾക്ക് ഒത്തുപോകുന്നില്ല. ഹീറോയ്ക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു അത് അവൾക്ക് ഇഷ്ടപ്പെടുന്നു. ഹീറോയിൻ്റെ ടോർച്ചർ എപ്പോൾ നോക്കും, ഹീറോയിൻ്റെ ടോർച്ചർ. ഹീറോയ്ക്ക് അവൾക്ക് ഒത്തുപോകില്ല. ഡേയ്സ് ഇങ്ങനെ പോകാൻ തുടങ്ങി. ഹീറോയി പഠിച്ചു കഴിഞ്ഞ് 12th എത്തി. 12th എത്തിയാൽ പിന്നെ ഹീറോയിന് വമ്പ് എത്തുന്നത്, എപ്പോൾ നോക്കുക വെറുപ്പ് എത്തുന്നത്. ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട ആക്ടറിന് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ബോയ്സ് എല്ലാം ഹീറോയിന് പുറകെ നടന്നാണ്ട് അവൾക്ക് ടെൻഷനാവും. അതെ, ഹീറോ സ്കൂളിൽ ക്യൂട്ട് ബ്യൂട്ടിഫുൾ ഗേളാണ്. അവൾ സുമാറ്. അത് ഹീറോയ്ക്ക് പ്രപ്പോസ് വന്നാൽ എല്ലാം അവൾ ഇത് ചെയ്യും. അതുമാത്രമല്ല, ഹീറോയിനെ വേണമെന്ന് വെറുപ്പെത്തുക. ഹീറോയിനെ എപ്പോൾ ബുള്ളി ടോർച്ചർ ചെയ്യുക. ഹീറോയ്ക്ക് അവളെ കാണുമ്പോൾ വെറുപ്പാണ്. അതുമാത്രമല്ല, ഹീറോയിൻ പറഞ്ഞ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഹീറോയിൻ മാഫിയ ട്രെയിനിങ് എടുത്തായിരുന്നു. ഹീറോയിൻ നിറയെ ആൾക്കാർ സീക്രട്ടായി ഹെൽപ്പ് ചെയ്യുക. അതേമാത്രമല്ല, 9ാം ക്ലാസ് ആകുമ്പോൾ ഫുൾ മാഫിയ ക്വീനായി മാറിയായിരുന്നു നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു, മച്ചിൻ ഇങ്ങനെ മാഫിയ ക്വീനായി എന്ത് ചെയ്യുക, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്ത് മാത്രമേ ഞാൻ ചെയ്യുന്നത് എന്നെ ഹീറോയി പറയായിരുന്നു. ഹീറോയിൻ നല്ല മാഫിയാണ്. അതുമാത്രമല്ല, നിറയെ ആൾക്ക് ഹെൽപ്പ് ചെയ്യാണ്. അതുമാത്രമല്ല, ഒരു മാഫിയ പറഞ്ഞാൽ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, ഹീറോ സീക്രട്ടായിട്ട് മാഫിയ ക്വീനാണ്. ഹീറോയ്ക്ക് അങ്കിളുണ്ട്. അങ്കിളാണ് പോലീസ്. DSP ആണ് ഹീറോയിൻ്റെ അങ്കിൾ. DSP പറയായിരുന്നു, ശരിമ്മാ ഇങ്ങനെ ടെൻഷൻ ആക്കാൻ പാടില്ല എന്ന് അങ്കിൾ പറയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് എപ്പോൾ അങ്കിൾക്ക് കേസ് വന്ന അങ്കിളിനോട് ഹീറോയ്ക്ക് എന്ത് പ്രശ്നം വന്ന അങ്കിൾ പറയുമ്പോൾ ഹീറോയെ അങ്കിൾക്ക് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, ഹീറോയിൻ നല്ലൊരു ബിസിനസ് മാൻ. അങ്ങനെയായിട്ട് ഹീറോയി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അങ്കിൾക്ക് അങ്കിൾക്ക് സ്വത്ത് കൊടുക്കാൻ പറഞ്ഞാൽ, എനിക്ക് സ്വത്ത് വേണ്ട, എന്തു വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ അനിയനിക്ക് കൊടു എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അങ്കിൾ പറയാം. ഹീറോയിൻ്റെ ഡാഡിൻ്റെ ചേട്ടനാണ് അങ്കിൾ. അവർക്ക് ഇങ്ങനെ പറഞ്ഞ പോലീസാണ് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് പോലീസായത്. അത് മാത്രമല്ല, ഹീറോയ്ക്കേനും ഇനി 3 അങ്കിളുണ്ട്. അങ്ങനെയായിട്ട് ഹീറോയി പറയും, 3 അങ്കിൾക്ക് ബിസിനസ് നോക്കുന്ന ഇൻട്രസ്റ്റ് ഇല്ല. അവർ എന്തൊരു അവർക്ക് ആഗ്രഹം അതാണ് അവരത്. ഹീറോയ്ക്ക് എപ്പോൾ നോക്കും അവർ ഹെൽപ്പ് ചെയ്യും. അതെ, ഫസ്റ്റ് അങ്കിളാണ് ഓമിസ്റ്റർ. 2ാമത്തെ അങ്കിളാണ് DSP. അങ്ങനെ ഹീറോയിനെ നല്ല അവർ കുട്ടിമാരാണ് നോക്കുക. അത് മാത്രമല്ല, ഹീറോയ്ക്ക് ചേച്ചിമാരെല്ലാം ഉണ്ട്. അതെ, അവർക്ക് കുട്ടികളുണ്ട്. ബോയാണ്. ചേച്ചിമാരെല്ലാം ഉണ്ട്. ഹീറോയാണ് ആ വീട്ടിലത്തെ കുട്ടി. അതെ, ഹീറോയി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഹീറോയി ചെല്ലക്കുട്ടി അവർക്ക്. അത് മാത്രമല്ല, ഹീറോയ്ക്ക് ഒരു അനിയനും ഒരു അനിയത്തിയും ഉണ്ട്. ഇതുള്ള ഫ്ലാഷ് ബാക്ക് ബുൾ ചെയ്യുന്നത് കാര്യമല്ല. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. കോളേജ് വന്ന് അങ്ങനെ ഹീറോയ്ക്ക് PTS മെമ്പർ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല, PTS മെമ്പർ വന്നത് കാര്യമല്ല പറയുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല, അഭിരാന്തിക്ക് ഇവള് ആരൊക്കെ പിടിക്കും അത് പറഞ്ഞാൽ അഭിരാന്തിക്ക് പിടിക്കുമായിരുന്നു. അഭിരാന്തിക്ക് 7 പേർ ഭയങ്കര സുന്ദരനായിട്ടുണ്ടല്ലോ. ഒരു ദിവസം പറയുന്നല്ല കേട്ട് ഹീറോയി പറയണം PTS കുറിച്ച് പറയുമ്പോൾ അവൾക്കൊരു ഡൗട്ട് വന്നു.
ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അവൾ വീഡിയോ നോക്കും, അവൾക്ക് പിടിച്ചായിരുന്നു. 7 പേര് എൻ്റെതാ എന്ന് പറഞ്ഞ് അപ്പിരാന്തി പ്ലാൻ ചെയ്ത് തുടങ്ങി. ഇവർ ഞാൻ കറക്റ്റായിട്ട് മാരേജ് കഴിക്കും, ഇവൾ കറക്റ്റായിട്ട് മുമ്പ് മാരേജ് കഴിക്കണം. ഹീറോയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ഹീറോയ്ക്ക് അവർ 7 പേര് ഭയങ്കര പിടിക്കും. അത് മാത്രമല്ല അവൾ ജലസാക്കണം എന്ന് പറഞ്ഞ് ഹീറോയിനെ വെറുപ്പിയത്തോട് പറഞ്ഞ് അവൾ 7 പേരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവൾ പ്ലാൻ ഉണ്ടായിരുന്നു. അവളെ ഫ്രണ്ട് പറയായിരുന്നു, മച്ചി എന്താടി ഇനി പറയാമെന്ന്. അങ്ങനെയായിട്ട് അവൾ ഭയങ്കര പ്ലാൻ ചെയ്ത് തുടങ്ങി. ഞാൻ ബ്യൂട്ടിഫുൾ ആണോ അങ്ങനെ പറഞ്ഞു. ആ പെണ്ണ് നിറയെ പൗഡേഴ്സ് അതിലായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആകാൻ മാറാൻ തുടങ്ങി. കുറച്ച് കളർ വന്നായിരുന്നു. ഹീറോയിന് അത്ര കളർ വന്നില്ല. അവൾ കുറച്ച് ശരി ഓക്കെ ഇത് മോശമില്ല വേണം മേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ ആ പെണ്ണിക്ക് ഇതാക്കിയ. ഹീറോയിൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ഗേളാണ്. അങ്ങനായിട്ട് ഹീറോയ്ക്ക് വെറുപ്പെത്താൻ തുടങ്ങിയായിരുന്നു. അവളൊരു ദിവസം അവൾക്ക് ഹീറോയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഡിസംബർ ഇന്ത്യക്ക് വരാൻ പോകുന്നു അതൊരു കാര്യം അറിഞ്ഞായിരുന്നു. ആ ഗേൾസ് ഹീറോയിനെ കണ്ടി പറയുന്നു, ഞാൻ 7 വരെ കറക്റ്റ് ചെയ്യും, അതിലാരോ ഞാൻ കറക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഹീറോയിൻ വെറുപ്പെത്തി. 7 വരെ ഞാൻ മാരേജ് ചെയ്യും എന്ന് പറഞ്ഞ് ഹീറോയിൻ വെറുപ്പെത്തി. ഹീറോയിൻ്റെ ഫ്രണ്ട് കളിയാക്കായിരുന്നു, പൂജ എങ്ങനെ 7 വരെ കല്യാണം കഴിക്കാൻ പറ്റും, അവർക്ക് എങ്ങനെ ഇന്നെ ഇഷ്ടപ്പെടും, ഇല്ല ഞാൻ അവരെ കിഡ്നാപ്പ് ചെയ്ത് മാരേജ് കഴിക്കും എന്ന് ഹീറോയിനെ വെറുപ്പെത്തായിരുന്നു. അവൾ പറഞ്ഞു അവളെ അച്ഛൻ പറഞ്ഞ ഒരു ബിസിനസ് മാനാണ്. ഹീറോയിനായിട്ട് അത്ര ബിസിനസ്സൊന്നുമില്ല, കുറച്ചൊരു ബിസിനസ് ഒരു ഡ്രസ് ഷോപ്പാണ്. ഒരു ഡ്രസ് ഷോപ്പ് ഒരു സിറ്റി സെൻറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഡ്രസ് ഷോപ്പല്ല സിറ്റി സെൻറ്ററാണ്. ഡ്രസ്സ് പറഞ്ഞ നൂൽ ഇതിലുണ്ടാക്കുന്ന ഒരു ഷോപ്പാണ്. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് വിട്ട ശരിയാവില്ല എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഒരു ന്യൂസ് വന്നായിരുന്നു. എന്താ കിഡ്നാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഒരു ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. മാം അവർ കിഡ്നാപ്പ് ചെയ്യാൻ പോകും എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് എൻ്റെ ടെൻഷനാണ്. അവളൊരു ഡോക്ടറാണ്. അതെ അവൾ ഡോക്ടർ പഠിച്ചതായിരുന്നു. ഹീറോയ്ക്ക് അവൾ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. അവൾ നിറയെ മെഡിസിൻ അത് ഇതെല്ലാം കണ്ടുപിടിച്ച് ഒരു സൈക്കമാരി. അവൾക്ക് ഡോക്ടറാണ് പഠിച്ചത്, അത്ര ഒന്നും അറിയില്ല. അവൾ മക്ക് ശ്രമിച്ച് അവൾക്ക് അത്ര ഒന്നുമില്ല. അങ്ങനെ അവൾ പാതി മാത്രമേ പഠിച്ചത്. പിന്നെ അവൾക്ക് ഇത് പഠിക്കാൻ പറ്റില്ല പറഞ്ഞ് അവൾ വേറെ ഒന്ന് പഠിക്കാൻ ഡോക്ടർ പഠിക്കാൻ അല്ല ടീച്ചർ പഠിക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ടീച്ചർ പഠിച്ചായിരുന്നു. അവൾ അച്ഛൻ പറഞ്ഞു നീ ടീച്ചർ ആയിക്കോ. അങ്ങനെ അച്ഛനാണ് പറയായിരുന്നു, എടി പറയണേക്കടി എനിക്ക് ഞാൻ പറഞ്ഞ ചെക്കനിക്ക് മാരേജ് എന്ന് പറയുന്ന അപ്പിരാന്തിൻ്റെ അമ്മ. ഇരുട്ട് അവൾക്ക് ഡേഞ്ചർ. ശരി അവർ ഇന്ത്യക്ക് വരാം കിഡ്നാപ്പ് ചെയ്യുക എന്ന പ്ലാനിട്ട് ഹീറോയ്ക്ക് അറിയാമായിരുന്നു.